ഇന്ന് ജൂൺ 17 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നാണ് സിനിമയുടെ പേര്. അജു വർഗീസ്, സൈസുകുറുപ്പ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ OTT ട്രെയിലറും റിലീസ് തീയതി പ്രഖ്യാപനവും ഇന്ന് സൈനപ്ലയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതുപ്രകാരം സിനിമ ഈ ആഴ്ച ജൂൺ 20 തീയതി സൈനപ്ലയിൽ OTT റിലീസാകുന്നതാണ്. രണ്ടാമത്തേത് ഒരു ഡയറക്റ്റ് OTT ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആപ്പ് ജയ്സാ കോയ് എന്നാണ് ചിത്രത്തിന്റെ പേര്. മാധവൻ, ഫാത്തിമ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഈ ഹിന്ദി ഡയറക്റ്റ് OTT സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ 11 OTT റിലീസാകുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. ഇന്നൊരു ഹിന്ദി സിനിമ OTT റിലീസ് ആയിരിക്കുന്നു. സിസ്റ്റർ മിഡ് നൈറ്റ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ആയിരിക്കുകയാണ്. ഒരു വിദേശ സിനിമ കൂടി ഇപ്പോഴത്തെ റിലീസ് ആയിരിക്കുകയാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ഇന്ന് ഡിജിറ്റൽ റിലീസ് ആയിരിക്കുകയാണ്. മെയ് മാസം 3 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ അജയ് ദേവ്ഗൺ സിനിമയാണല്ലോ റൈഡ് 2. സിനിമ തിയേറ്ററുകളിലെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ ജൂൺ മാസം അവസാനത്തോടെ ജൂൺ 27 OTT റിലീസാകും എന്നൊരു അപ്ഡേറ്റാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ഈ ജൂൺ മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി തമിഴിലെ തന്നെ വലിയ ഡിസാസ്റ്റർ സിനിമയായിട്ട് മാറിയ സിനിമകളിലൊന്നാണല്ലോ തഗ് ലൈഫ്. കമൽഹാസൻ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. വൻ തുകയ്ക്ക് സിനിമയുടെ തിയേറ്റർ റിലീസിന് മുന്നേ അവർ സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിനിമയുടെ വലിയ കനത്ത പരാജയത്തെ തുടർന്ന് നെറ്റ്ഫ്ലിക്സ് OTT എമൗണ്ട് വരെ കുറച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. സിനിമ നേരത്തെ 8 ആഴ്ചകൾക്ക് ശേഷം OTT റിലീസ് പ്ലാൻ ചെയ്ത സിനിമയാണെങ്കിൽ നിലവിൽ 1 മാസത്തിനുള്ളിൽ സിനിമ OTT റിലീസാകുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ജൂലൈ ആദ്യ ആഴ്ച നെറ്റ്ഫ്ലിക്സിൽ സിനിമ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ റിലീസാകുന്നതാണ്. OTT റിലീസിന് മുന്നേ സിനിമയുടെ HD പതിപ്പ് ലീക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവസാനത്തേത് നരിവേട്ട അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുത്ത ടൊവിനോ തോമസ് സിനിമയാണ് നരിവേട്ട. സിനിമയുടെ OTT അവകാശങ്ങൾ ഇനിയും ആരും സ്വന്തമാക്കിയെന്ന് ഉറപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും സോണി ലിവ് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അവർ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം സോണി ലിവിലൂടെ വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയായിട്ട് നരിവേട്ട മാറും. കാത്തിരിക്കാം OTT പ്രഖ്യാപനത്തിനായിട്ട്.